പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി വളരെ പ്രാർത്ഥനയോടെ ആകാംക്ഷയോടെ ആയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രഭാതം എന്തുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പഠന പരമ്പരയാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്ന പദം. അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് സുവിശേഷം എന്ന ഭാഗമാണ്. അതായത് പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രാരംഭ പോയിന്റ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നുള്ളതാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ്? ദൈവരാജ്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഇത്രയും പ്രാധാന്യത അർഹിപ്പാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം അധിവസിക്കുന്ന രാജ്യം, അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പം ദൈവം അധിവസിക്കുന്ന രാജ്യത്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്താണെന്നും ദൈവരാജ്യത്തിൽ ആരൊക്കെയാണ് വസിക്കുന്നതെന്നും ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ദൈവരാജ്യം ആർക്കെങ്കിലും തോൽപ്പിക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം ഒരു വിശാലമായ വിഷയമാണ്. എങ്കിലും ചില എപ്പിസോഡുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ദയവായിട്ട് അത് കേൾക്കുവാൻ സാധിക്കും. ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തിയോക്രസി, തിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സ്ഥാപിതമായതും ദൈവം ഭരിക്കുന്ന ഒരിടവുമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിൽ ദൈവം ഭരണമല്ല നടത്തുന്നത്. പലപ്പോഴും നമ്മുടെ തെറ്റായ ചിന്താഗതി അവിടെ ഉടലെടുക്കാറുണ്ട്. ദൈവരാജ്യത്തിൽ ദൈവം ഭരണമല്ല നടത്തുന്നത്. പിന്നെ എന്താണ്? ദൈവരാജ്യത്തിൽ ദൈവം ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ അവിടെ തൻ്റെ മക്കളായി, തൻ്റെ ജനമായിട്ടാണ് കാണുന്നത്. ഇപ്പം ജനത്തിൻ്റെ മേൽ ഒരു കർത്തൃത്വം നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ലഭിക്കപ്പെടുന്ന ഒരു കിരീടമുണ്ട്. ഇനി അത് മാത്രമല്ല, പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷക്കാരായി തീരുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം? ഒരിക്കലും നാം നമ്മുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകയുള്ളവരായി, കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ
ആട്ടിൻകൂട്ടമായ ദൈവസഭയെ നമ്മുടെ കരത്തിൽ തന്നിട്ട് അതിനെ മേയ്ക്കുവാൻ ദൈവം നമ്മെ ഒരു പരിപാലകരായി നിയമിച്ചാക്കിയിട്ട് കർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. അപ്പോ ദൈവരാജ്യത്തിൻ്റെ അകത്ത് വസിക്കുന്ന ദൈവം തൻ്റെ ജനം അവിടെ എത്തുമ്പോൾ ആ ജനത്തെ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, നമ്മുടെ ആ ജനത്തിന് നമുക്ക് മാതൃകയുള്ള ഒരുവനായി കർത്താവ് മാറുകയാണ്. ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായ വിഷയം, നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃകയാണ് തരുന്നത്. കാരണം എന്താണ്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നിങ്ങൾ പ്രസംഗിക്കണം. പ്രിയരെ, ഈ പകലിൽ നാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരാകട്ടെ, അറിയിക്കുന്നവരാകട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനായിട്ടല്ല, നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവായി, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമായിട്ടാണ് നമ്മുടെ കർത്താവ് അവതരിച്ചിട്ടുള്ളത്. ആകയാൽ തുടർന്ന് ഇതിൻ്റെ ഭാഗങ്ങൾ കേൾക്കാം. ദൈവം സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ്റെ ലളിതമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമേൻ.